എന്താ ഒട്ടുവില വിളിച്ചാണ്. അപ്പൊ നിശ്ചയം സാറേ കഴിഞ്ഞൂല്ലേ? അത് കഴിഞ്ഞു. അത് ഞാനേ എനിക്ക് ഇന്നലെ വരാൻ പറ്റില്ല. ഒരു അത്യാവശ്യമായിട്ട് ബൈക്ക് പോകണ്ടേ. സാരില്ല, അതൊക്കെ സാരില്ലേ, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് കല്യാണം കൂടോ സാറായിട്ട്? കല്യാണത്തിന് നേരത്തെ വരുമോ? ആയിക്കോട്ടെ. എന്നൊക്കെ ഇപ്പൊ നിശ്ചയിച്ചേ? അടുത്ത മാസം 20-ാം തീയതിക്കൊക്കെ. ഒരു മാസം ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ. അതാണ് ഇപ്പൊ പ്രശ്നം. എന്നാൽ ഇനി സമയമല്ല, അടുത്ത 20-ാം തീയതിക്കൊക്കെ സമയം. അതല്ല പ്രശ്നം, നമ്മളെ മറ്റുള്ള കാര്യങ്ങളാണ്. പണ്ടും അതിലൊക്കെ അതൊക്കെ ശരിയായിക്കോളും. ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ദിവസമല്ല. അത് നമുക്ക് നല്ലൊരു കല്യാണം ഉണ്ടാക്കാം. ഇവിടെ തീരുവത് അതൊന്നും ശരിയാവില്ലടാ. അങ്ങനെയൊന്നും കഴിയൂല. അത് ഒരു കല്യാണം ഉണ്ടാക്കിയാലൊന്നും അത്രയും കിട്ടൂല. നമുക്ക് 10 സ്ഥലം ഉണ്ടല്ലോ നമ്മളെ പേരൻ്റെ ബാക്കിൽ. ആ 5 സെൻറ്റ് അതിന് 5 സെൻറ്റാണ് കൊടുക്കുക. നമുക്ക് കല്യാണത്തിനൊക്കെ ഇതുണ്ടാക്കണമെങ്കിൽ അതിന് ഒരാളുണ്ടാക്കി, അത്രേ ഉള്ളൂ. അതൊക്കെ വേണപ്പോൾ അതിപ്പോൾ നിർബന്ധം, അല്ലാതെ നടക്കൂല. കല്യാണം ഒന്നും ഉണ്ടാക്കിയപ്പോൾ ഇന്നൊന്നും പഴയമാർക്ക് നമ്മൾ കരുതിയമാർക്ക് നടക്കൂല. ഞാനേതായാലും പിന്നെ ആരെങ്കിലും നല്ല ആൾക്കാരെ പറ്റണോലും കിട്ടണമെങ്കിൽ നമുക്ക് എന്താ അയലോകത്ത് പാർക്കണോലും അതിനും പറ്റണ്ടേ? അതിന് പറ്റിയ ആരെങ്കിലും കിട്ടാൻ ഞാൻ കൊണ്ടുവരാം. ഞാനും തന്നെ ഇതിന്റെ പണികൾ കഴിഞ്ഞിട്ടേ ഞാൻ നമ്മുടെ ബ്രോക്കർ സർഫിൽ ഓനൊന്ന് പോയി കാണാനും. ആയിക്കോട്ടെ, അങ്ങനെ എങ്ങോട്ടാക്കോ? ഞാനേ പുല്ലട്ടിക്കൊന്ന് പോവാ. നമ്മളൊരു ബ്രോക്കറായിരുന്നു. അന്നല്ലേ ഇപ്പം നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാലേ. അപ്പോൾ നമ്മൾ ആ സ്ഥലം 5 സെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് വൃത്തിയില്ലല്ലോ, നടക്കൂലല്ലോ അല്ല. അപ്പോൾ അതിന് നമ്മളാ കണ്ടാൽ അല്ലാതെ നഷ്ടപ്പെടുന്നു. ജീവൻ്റെ പോകണം. ഞാൻ പിടിക്കാണ്. എന്താ വെക്കറാക്കോ? സാർ ഇപ്പോൾ അന്നൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഞാൻ. ഇപ്പം എന്നെ കാണാൻ വന്നിട്ട് എന്തിനാണെന്നറിയാം. നമ്മൾ ഇന്നലത്തെ പരിപാടി ഇന്നലെ നിൽക്കായും നിശ്ചയമൊക്കെ കഴിഞ്ഞു. ഇനി ഒരു മാസമുള്ള ടൈം നമുക്കുള്ള സമയം അറിയാലാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എനിക്ക്. അപ്പം നമുക്ക് ആ ബാക്കിലുള്ള സ്ഥലം ഒരു 5 സെൻറ്റ് 10 സ്ഥലം 5 സെൻറ്റ് നമ്മൾ കൊടുക്കുക. അല്ല വക്കറാക്കോ, അത് കൊടുക്കാതെ വല്ല വജ്ജും ഉണ്ടോ? അതൊക്കെ ഇപ്പൊ പൊതുവെ പണ്ടത്തെ മാർക്കല്ല. ഇപ്പൊ ആർക്കും അത് അങ്ങനെയൊന്നും ആരും ചെയ്യൂല. ആന്നെല്ലാരും പറയുള്ളൂ. അപ്പൊ അത് വേണ്ട, നമ്മളിതിലുള്ള സ്ഥലമാണോ കൊടുക്കണേ, അത് കൊടുക്കുക. അതാണ് ഇപ്പൊ അന്വേഷണത്തേക്ക് വന്നിട്ടുണ്ട്. അതിന് പറ്റിയ ഒരാളെ എനിക്ക് കൊടുക്കുക. അതിനാ നമുക്ക് ആ സ്ഥലം കൊടുക്കാൻ അതിന് അന്വേഷിപ്പിച്ചു. ഓക്കെ, നമ്മളത് ബുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിന് പരമാവധി വില വാങ്ങി തരാം. ആയിക്കോട്ടെ, ഞാൻ ഏറ്റു. കുഴപ്പമില്ല. എന്താ വാട്ടം പോലെ ചെയ്യാം അല്ല. അംസേ, പിന്നെ നല്ലൊരു കോൾ എത്തുക്കണം. ഒരു കച്ചവടം ഉണ്ട്. പിന്നെ ആ സിറാജിനും കൂടി വാ. ഞാൻ അവിടെ മൂച്ചിൻ്റെ ഹോട്ടലുണ്ട്. വാ കേട്ടോ, ഇപ്പൊ തന്നെ വാ. പിന്നെ നല്ല നല്ല കോൾ എത്തിക്കണം കേട്ടോ. ഞാൻ വാ. എന്നാ ശരി, അവിടെ ഉണ്ടോ? ഞങ്ങളെ വിളിച്ചതേ, ഞങ്ങൾക്ക് നല്ലൊരു കോൾ എത്തിക്കുന്നു. നമ്മളെ ബക്കറാക്കാൻ്റെ കുട്ടിക്ക് ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതിൽ 5 സെൻറ്റ് സ്ഥലം മൂപ്പര് പെരൻ്റെ ബാക്കിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറഞ്ഞ വിലക്ക് നമുക്ക് എടുക്കാം. 1 ലക്ഷം ഉറുപ്പിക കിട്ടും. അപ്പോൾ നമുക്കൊരു 60-ന് എടുത്തൂടെ? നമുക്ക് കച്ചവടമാക്കാം. ചോദിച്ചു നോക്കാം. അത് കിട്ടേ, അത് 60 ഉറുപ്പിക നമുക്ക് കിട്ടും. 1 ലക്ഷം ഉറുപ്പിക മറിച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്താലേ നമുക്ക് എന്നാ ആയിക്കോട്ടെ. ബക്കറാക്കോ, പിന്നെ ഇവലെടുത്ത ഒരാളുണ്ട്. ഇപ്പോൾ ഒരു 50-55ഒക്കെയാണ്. പക്ഷേ ഇവലെടുത്ത് 60 ഉറുപ്പിക ഒരാളുണ്ട്. അതിപ്പോൾ മൊത്തത്തിൽ സ്ഥലത്തിന് വില ഒന്നും ഇല്ലല്ലോ. പിന്നെ കല്യാണം നടപ്പോൾ ആൾക്കാർ ചളിപ്പിച്ചാണ്. അപ്പോൾ 60 ഉറുപ്പിക ആകുമ്പോൾ കൊടുത്താലോ? നല്ലൊരാളുണ്ട്. എന്തായാലും നന്നായി കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ സ്ഥലം കൊടുത്തു തന്നെ. ആലുവേജിക്ക് അത് അപ്പം തന്നെ കച്ചവടം ചെയ്തോലും ഇവിടെ വന്നു. ഞങ്ങൾ സംസാരിച്ചു. 90 ഉറുപ്പിക ഞാനത് കച്ചവടം ചെയ്തു. അതങ്ങനെ, കാരണം ഇനി സമയമില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു വന്നപ്പോൾ അത് കച്ചവടമാണ് ചെയ്തത്. 90 ഉറുപ്പിക ആയിക്കോട്ടെ. എന്നാ കുഴപ്പമില്ല. കല്യാണ സ്ഥലമായിട്ടല്ലേ? അങ്ങനെ സംഭവിച്ചു. അതായി പിന്നെ അലവ്യാജ് ഇതാക്കി. അലവ്യാജ് നല്ല ലാഭം കിട്ടിയിരുന്നു. പിന്നെന്താ,
അലവിയാജിയെ ആ എവിടുന്ന പൊക്കപ്പാടെ വരുന്നു? ഞങ്ങളിപ്പോ നിങ്ങളെ തെരഞ്ഞു വന്നേ. അതിപ്പോ എന്ത്? നിങ്ങളിപ്പോ ബക്കറാക്കുന്റെ സ്ഥലം എടുത്തേക്കണ്, അതും 90 റുപ്യക്ക്. നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ? അതിപ്പോ ചെറുക്കന് നമ്മളിങ്ങനെ നമ്മളെ ചുറ്റുവട്ടത്തിൽ സ്ഥലം കിട്ടിയപ്പോൾ അത് നമ്മൾ വിലയൊന്നും നോക്കിയില്ല. ഓനൊരു ഉപകാരം ആയിക്കോട്ടെ, നമുക്കൊരു ഉപകാരം ആയിക്കോട്ടെ ഇതിലൊക്കെ നമ്മൾ അങ്ങനെയാണ് എടുത്തതാണ്. അത് ഇത്രയേ ഉള്ളപ്പോൾ സംഗതി. അലവിയാജിയെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. ഞങ്ങളോട് ബ്രോക്കർമാരില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചെറുക്കൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾ എടുത്തു തരുമല്ലോ, അതിലും കമ്മില്ലേ. നിങ്ങൾ മണ്ടി പോയാണ്ട് അങ്ങനെ 90 റുപ്യക്കൊക്കെ 60 റുപ്യൻ്റെ സ്ഥലം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കുറഞ്ഞ പേർക്ക് ഞങ്ങൾ എടുത്തു തരുമല്ലോ, അതിനല്ലേ ഞങ്ങൾ ഇതിൽ നടക്കണത്. നിങ്ങളൊന്ന് പറയണ്ടേ? ആചാരങ്ങൾ ഇപ്പൊ എത്ര പൈന് കൊടുത്തേക്കണ്? ഇപ്പൊ ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കണ 1000 റുപ്യാണ്, ബാക്കി പൈസ മറ്റന്നാളെ കൊടുക്കണ്ടേ. എന്നാ നമുക്ക് 1000 രൂപ ഒഴിക്കാം. അല്ല നിങ്ങളിപ്പോ എന്താ പറയുന്നേ? ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല നമ്മളിപ്പോ കച്ചവടം ഒജ്ജാനപ്പം നിങ്ങൾ പറയണത്. ഓൻ നമുക്ക് പിന്നെ മുതൽ ആ സ്ഥലം തന്നിക്കണത് ഓൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിനാണ്. എന്നിട്ട് നമ്മൾ വാക്കും മാറിയാൽ എന്താ പിന്നെ ഞാൻ അതിലാറെ നമുക്ക് ഇനി പറയാല്ലേ. അല്ല അജയരെ, നിങ്ങളിപ്പോൾ ഈ നാട്ടിലൊന്നും അല്ലേ? ഇതൊക്കെ നാട്ടടപ്പ് നടക്കുന്ന സംഭവമാണ്. ആരാ നമ്മളൊരു മുതലെടുക്കും, ചിലപ്പോൾ നമുക്ക് 500 1000 ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മളോട് ഒഴിവാക്കും. ഇത് നാട്ടടപ്പില്ല സംഭവം തന്നെയാണ്. അല്ല ഇല്ലപ്പോ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലപ്പോ. ഇതൊക്കെ അഡ്വാൻസ് ഒക്കെ അത്ര തന്നെ ഉള്ളൂ. ഒരു കച്ചവടം നടക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മൾ സർവ്വസാധാരണ ഒഴിവാക്കി നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അതൊന്നും കാര്യമൊക്കെ വേണം. അല്ല ഞാൻ ഇപ്പം ഇതിന്ന് ഒഴിവാകണം നിങ്ങൾ പറയണേ. അപ്പൊ അതന്നെ ഇപ്പൊ നിങ്ങളോട് പറയണേ, നിങ്ങൾ ഈ കച്ചവടം ഒഴിവായി. അതന്നെ ഞങ്ങൾ പറയണത്. അല്ല അപ്പൊ വക്കറിന് എന്തെങ്കിലും തോന്നൂലേ? മൂപ്പർക്ക് അങ്ങനെ തോന്നുന്നില്ല. മൂപ്പരൊക്കെ അങ്ങാടി കൂടി നടക്കുന്ന ആൾക്കാരല്ലേ, മൂപ്പർക്ക് പോകാൻ തോന്നൂല. അതൊന്നും പ്രശ്നമല്ല, ആ വിഷയമല്ല. നിങ്ങൾ പോരി. പിന്നെ അത് മൂപ്പർക്ക് ഏറ്റുകൊണ്ടു. പിന്നെന്താ അത് ഏറ്റുന്നു. പിന്നെ നമ്മള് മറ്റന്നാളാണല്ലോ ആ പൈസന്റെ ബാക്കിങ്ങൾ അവധി പറഞ്ഞിരുന്നേ. അതിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പോന്നാണ് ഞാൻ. പറ്റി പറഞ്ഞതൊക്കെ പറ്റി മനസ്സിലായി. പക്ഷെ ഞമ്മക്കിപ്പോൾ ഓലത് അവിടുന്ന് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലല്ലേ പനിക്ക് അവിടെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൻ എന്തൊക്കെ അവിടെ പ്രയാസങ്ങളൊക്കെ കുടുങ്ങിയിരിക്കണം. അപ്പോൾ എനിക്കിപ്പം ഞാൻ എന്നോട് ഇങ്ങനെ കജ്ജ് മലത്തുക എന്നല്ലാതെ ഇഞ്ഞാലും ഒരു നിർവാഹം എനിക്ക് നടക്കൂല. അങ്ങനെ എനിക്കിപ്പോൾ എന്താടാ പറയല്ല, എങ്ങനെ പറയല്ലാതെ യാതൊരു ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യും? അല്ലാതെ എനിക്കൊരു നിവർത്തിയില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ കാല് വരെ ഞാൻ അതുകൊണ്ടായില്ലല്ലോ, നമ്മളെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ തന്നത്. അത് പറഞ്ഞു കച്ചവടം ചെയ്തിട്ട് കച്ചോൾ അല്ലാതെ എന്നെ വേറൊന്നും കച്ചോൾ. ഓക്കെ, ആലോചിച്ചിട്ട് അല്ലട്ടെ ഇതെന്താണ്? ഇതേ നിങ്ങൾ അന്ന് തന്ന പൈസ കുട്ടിയെ കച്ചവടം നമ്മൾ അങ്ങനെ ആയാൽ നമ്മൾ ഈ പൈസ വാങ്ങലില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. അതൊരു മനുഷ്യന് പൈസ ഒരു വാക്കിനെക്കാളും വലിയ വിലയൊന്നും ഇപ്പം ഇതിന് ഞാൻ കണക്കാക്കിയിട്ടില്ല. ഇത് നിങ്ങൾ തന്നത് അത് അവിടെ നിന്നോട്ടെ, അതേ ഉള്ളൂ. ഹലോ അസർഫല്ലേ, ഇജ്ജ് എവിടെ ഇല്ല അടുത്തെ? ഇജ്ജൊന്ന് എനിക്ക് അന്നൊന്നും അത്യാവശ്യം ഒന്ന് കാണണം. ഇല്ലേ അമ്മ അൽവേജി ചതിച്ചടാ, ആകെ പെട്ടു. മൂപ്പരായിന്ന് ഒഴിഞ്ഞേ, കാറ്റോടന്ന് ഒഴിഞ്ഞു ചേർക്കും. ആ എനിക്കറിയില്ല. ആയിക്കോട്ടെ, ഇജ്ജ് വാ, എനിക്ക് അത്യാവശ്യം തന്നെ. എനിക്ക് ആകെ തലപിരാന്ന് തുടങ്ങി വാ. ഓക്കെ. എന്തിപ്പോ വരാൻ പറഞ്ഞു? ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടേ. മരുവനാണ് നമ്മളെ. നല്ല വർത്താനം. എപ്പോഴും വന്നു? എന്തൊക്കെ വർത്താനം? ആയിക്കോട്ടെ.
എന്താ നിങ്ങൾ വിളിച്ചു? ഞാൻ വിളിച്ചത് പറയാം, ഇങ്ങോട്ട് വാ. നമ്മളെ നമ്മളെ കച്ചവടം നമ്മളെ അൽവിയാജില്ലേ, അൽവിയാജി നമ്മളെ ചോദിച്ചു. കാരണം ആ കച്ചവടം ജീപ്പ് കൊടുത്ത് കച്ചവടം ചെയ്തത് മുടങ്ങി. മൂപ്പര അതിന് പോയി ഇനി പോയിക്കും. കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്ത് കഴിഞ്ഞ് എനിക്കറിയില്ല എന്തൊക്കെ ആയിട്ട്. എനിക്കറിയില്ല. അയാൾ പറഞ്ഞു ആള് വേണ്ട, മോനില്ല, മറ്റേ ഇല്ല, മറിച്ചേ ഇല്ല, മോൻ വന്നിട്ടില്ല, പൈസ ഇല്ല. ഏതെങ്കിലും ബ്രോക്കർമാർ കുത്തിരിപ്പുണ്ടാക്കിയത് ഉറപ്പാണ്. പക്ഷെ നമ്മളിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യുക? അവിടെയുള്ള പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോൾ നമുക്കൊരു നിവൃത്തിയില്ലല്ലോ. ഇപ്പോൾ ഇതെന്തേലും അസർഫ് എന്തേലും നിങ്ങളെ കാര്യം ചെയ്യും. നമ്മൾ ഏതായാലും വലിയൊരു കല്യാണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഞങ്ങളോട് ആദ്യം പറഞ്ഞു പ്രത്യേകിച്ച് നമ്മളിത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഉണ്ടല്ലോ. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇതൊക്കെ ഇല്ലേ? കാരണം അതൊക്കെ നോക്കുമ്പോൾ കൊടുക്കണ്ടേ? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് കല്യാണ ചെലവ് അല്ലല്ലോ പ്രശ്നം. എന്താ നമ്മൾ ഒരു വജ്ജി കണ്ടുപിടിച്ച പ്രശ്നം, അല്ലാതെ നിവൃത്തിയില്ല കേട്ടോ. ഇതിൻ്റെ ഞാൻ അല്ലെങ്കിൽ തളർന്നിട്ട് ഞാൻ മൂപ്പരൊന്ന് കാണണം. എനിക്ക് ഉറക്കമില്ല. അത് കാര്യമില്ല, കണ്ടിട്ട് കാര്യമൊന്നുമില്ല. സമാധാനപ്പെടും. ഞാൻ എന്തെങ്കിലും ബജ്ജ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. എനിക്ക് ഉറക്കം പോയി. ഞാൻ എന്തെങ്കിലും ഒക്കെ ബജ്ജ് ഉണ്ടാക്കാം. ഈ പോക്ക് പോയി എനിക്കറിയില്ല. നിങ്ങൾ വിഷമിക്കണം. ഞാൻ എന്തെങ്കിലും ബജ്ജ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ അവിടെ നിന്ന് ശരി വരില്ലേ, ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചെങ്ങായി വന്നിന്. 5 സെൻറ്റ് സ്ഥലം കച്ചവടമാക്കിയിട്ട് കല്യാണം തന്നെ കയറ്റിന്. അതിപ്പോൾ ഞങ്ങൾക്ക് കുളയിക്കണം. അമ്മൂസൊക്കെ ഇപ്പോൾ ഇറങ്ങാറില്ലാണ്. അപ്പോൾ അയാളോട് പറയുന്നപ്പോൾ ഞാൻ കേട്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ പോയി വരികയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെയൊക്കെ കുറച്ച് പൈസ അല്ലേ, അപ്പോൾ എൻ്റെയൊക്കെ എല്ലാ പൈസ കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒക്കെ കാതുക്കും കൊത്തുക്കും ഒക്കെ മേടിച്ചു കൊടുക്കുക. പിന്നെ അത് ചെയ്യുക, എൻ്റെയൊക്കെ എല്ലാ പൈസ കൊണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പടച്ചമാത്തുന്ന ഒരു കൂലിയും കിട്ടും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഓലെ വിറ്റിട്ടില്ല, പണ്ടം ഇല്ല, കാതിക്ക് കുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് ആ കല്യാണം ഓലെ ഇറങ്ങാറാകാൻ പറ്റൂല. അപ്പോൾ ഓർക്ക് ഒരു ഇടങ്ങേറും വരരുത്. ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓലെ അറിയിക്കുക. കുടുംബത്തിലല്ലാതെ പുറത്താരേലും നമ്പർ കിട്ടാൻ മാർഗമുണ്ടോ? ഞാനവിടെ നിന്നൊരാളെ നമ്പർ വാങ്ങിക്കണേ. ഏറ്റവും നല്ലതാണ് നമ്പർ വാങ്ങിക്കണേ. ഹലോ, ആ ബക്കറിൻ്റെ അയൽവാസിയല്ലേ? ഞാനേ പിന്നെ ചെറുക്കൻ്റെ ബാപ്പയാണ് ഞാൻ. പിന്നെ അപ്പോൾ വിവരങ്ങളൊക്കെ ചെറുക്കൻ പറഞ്ഞോട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പിന്നെ ആ പെണ്ണിനുള്ള പണ്ടം കാര്യങ്ങളും അത്യാവശ്യം കാതുക്കും കൗതുക്കും ഒക്കെ ഇപ്പോൾ ഞങ്ങൾ മേടിച്ച് തരാം. ആ കല്യാണം നടക്കട്ടെ, ആണിപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ അത് ആ വിവരം ഒന്ന് അറിയിക്കുന്നുണ്ട്. എന്തായി കല്യാണ പറച്ചിലൊക്കെ? കല്യാണ പറച്ചിലൊക്കെ എന്താ പ്രശ്നം? കല്യാണ പറച്ചിലല്ലല്ലോ, മറ്റുള്ള കാര്യമൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലേ അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാണ്. നമ്മള് പരിഹാരം കിട്ടിയേക്കണേ. എങ്ങനെ ഒരു സംഭവം അറിഞ്ഞു അതൊന്നും എനിക്കറിയില്ല. ബന്ധുക്കാര് അങ്ങനെ വിഷയാക്കണ്ട. ഓലിങ്ങളെ കരുതിയ ആൾക്കാരല്ല. അമ്മോസാക്ക ചെറുക്കന്റെ വാപ്പ എനിക്ക് വിളിച്ചു. അത് നിങ്ങൾ കരുതിയമാരല്ലേ, വിഷമിക്കാനൊന്നുമില്ല. മൂപ്പര് പറഞ്ഞെന്താ വെച്ചാൽ ചെറുക്കപ്പോൾ 4-5 സെന്റ് സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ ആ പൈസ കൊണ്ട് പെണ്ണിന് പണ്ടു നിങ്ങളെ സ്ഥലം വിറ്റോളി, ആക്കം പോലെ കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ വിറ്റ് കൊടുത്താൽ മതി. ഓനിപ്പോൾ ഏതായാലും സ്ഥലം എടുക്കാനുള്ളതാണ്. അപ്പോൾ അർജന്റൊന്നും ഇല്ലേനും. എന്നോട് പറഞ്ഞു ഇപ്പൊ മൂപ്പരെ വിളിച്ചേ അവിടെ. എങ്ങനെ അറിഞ്ഞിക്കണേ വരും അതൊന്നും എനിക്കറിയില്ല. അതിലിപ്പോൾ നിങ്ങൾ ഒന്നും കരുതാല്ലേ. നല്ല ഡീസൻറ്റ്, ഞാൻ അന്വേഷിച്ചു, നല്ല ഡീസൻറ്റ് ടീം. ഇങ്ങനത്തെ ഒരു കുടുംബം ശരിക്കും നിങ്ങളെ മരുവാനല്ല, മകനാണ്. അത് നിങ്ങളൊന്നും കരുതുന്നുണ്ട്. എന്താ പഠിച്ചവനായിട്ട് ബജ്ജ് കാണിച്ചതിന് മാത്രം കൂട്ടിയാണ്. അതിൽ സമാധാനപ്പെടുന്ന പൈസ. ആ നിങ്ങളൊരു ബേജാറുമാണ്. ധൈര്യമായിട്ട് പോയി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റൊരു കാര്യമാണ്, അത് മതി. നിങ്ങൾക്ക് പോയി ധൈര്യമായിട്ട് പോയി കാണാം. ഓക്കെ, അൽഹംദുലില്ലാഹ്.
നിങ്ങളെ പെരീക്കൾ വരി ഒരു കാര്യം പറയണം ഞാൻ വരും കേട്ടോ സിറാജിനും കൂട്ടി എന്തേ വിളിച്ചു ഇന്ന് വല്ല കോളുണ്ടോ? എന്നാ വരി ഇരിക്കും സിറാജ് എന്താ വല്ല കോളം ഒത്തുക്കണെന്ന്? കോളൊന്നും ഒത്തിട്ടില്ല, ഒത്ത കോൾ തന്നെ പോയാൽ മാതിരിക്കാണ്. എന്താ ഇപ്പൊ സംഭവം ഉണ്ടായി? സംഭവപ്പേ ഈ സ്ഥലത്തിന്റെ അത് മരുവൻ എങ്ങനെ അറിഞ്ഞിട്ടോ? അപ്പൊ മരുവൻ എന്താ പണ്ടെന്താ വാങ്ങിക്കൊടുക്കാന്നാ പറഞ്ഞിരിക്കണത്. അതാണ് ഇപ്പൊ സംഭവം പാടിക്കുന്നത്. അപ്പൊ സ്ഥലം മൂപ്പര് ഉക്കളില്ലേ? ബുക്കണില്ലാന്നാ പറഞ്ഞിട്ട് കേട്ടത്. അരെ സ്ഥലം ഇപ്പൊ എന്താ കൊടുക്കണില്ല ഇത്ര? മരുവനെന്താ സഹായിച്ചോന്നൊക്കെ പറയണ കേട്ടു. അതിനാണോ അങ്ങനെ ഇപ്പൊ പറയണ കേട്ടത്? ഞമ്മക്കിപ്പോ ഈ പരിപാടി നിർത്തി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിരുന്നുണ്ട്. ഏതായാലും ഇതിപ്പോ ഒത്തു നേരിയ കോളാണ്. ചെങ്ങായി നമുക്ക് വേറെ വല്ല പണിക്കും പോയാലോ? ഒരു കൊല്ല ഈ വെള്ളത്തുണി വെള്ളക്കുപ്പായിട്ട് ഇങ്ങനെ നടക്കണം, ഒന്നും നടക്കണില്ല. ഞാനിപ്പോ അതിനെ കരുതിക്കണ. ഞാൻ ഇപ്പൊ നാളെ തുടങ്ങി വേറെ പണിക്കൾ പോകും. അതിനല്ലേ ഞാനിപ്പോ പോയത് നടക്കൂല. ഇതിപ്പോ നമ്മള് ഞങ്ങൾ പോവാ. അല്ല എവിടുന്നോ ഇങ്ങോട്ട് പോയിട്ടേ? ഞാൻ എൻ്റെ കുട്ടീൻ്റെ കല്യാണം പറച്ചിലാണ് ഇപ്പോൾ അങ്ങനെ ഡേറ്റ് ആയില്ലേ, അപ്പോൾ അതിൻ്റെ വർത്തമാനത്തിൽ പറഞ്ഞിങ്ങനെ എല്ലാം പറഞ്ഞു പോരാണ്. നിങ്ങൾ എവിടുന്ന വരുന്നേ? എന്നാൽ നിങ്ങളോട് കൂടി പറയണേ. പിന്നെ 20-ാം തീയതിയാണ് കല്യാണം. അടുത്ത ദിവസം 20-ാം തീയതി നിങ്ങൾ രണ്ടാളും പരിപാടി കല്യാണത്തിന് വൈക്കന്ന് കണ്ടു പറഞ്ഞാൽ കല്യാണം മുടങ്ങും, വരാതിരിക്കൊന്നും ചെയ്യാം. ഓക്കെ എന്നാൽ ഓക്കെ എന്നാ ഓക്കെ. അല്ല ഇരിക്കാൻ നേരമില്ല. പിന്നെ 20-ാം തീയതി കുട്ടീന്റെ കല്യാണമാണ്, നേരത്തെ വരുവോണ്ടി കേട്ടോ. അത് പറയാൻ വേണ്ടിട്ട് പോന്നാണ്. കുട്ടികളെ കൊണ്ടുപോണ്ടി. ഇല്ലല്ല ഇനി ഇരിക്കല്ല, ഒരുപാട് സ്ഥലത്ത് പോകാണ്ട്, എല്ലായിടത്തും എത്തണ്ടേ. ശരിയാ വരത്തില്ല. അല്ല എവിടേക്കോ? ഞാൻ അന്നെ തെരഞ്ഞു പോകുന്ന തന്നെയാണ്, അന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അന്നെ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ, അന്നെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്ന തന്നെയാണ്. പറഞ്ഞ ഒരാവശ്യം ഉണ്ടായിരുന്നു. കല്യാണം സന്തോഷമായി കഴിഞ്ഞില്ലേ? അല്ല ഉഷാറായി കഴിഞ്ഞു. ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞ് കുറച്ച് പൈസ ബാലൻസ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയിച്ച് നമ്മളാ കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുന്ന തന്ന കുറച്ച് പൈസ കല്യാണം കഴിഞ്ഞപ്പോഴേ 2-3 ഉറുപ്പ്യ ബാലൻസ് ആണ്. 2-3 ഉറുപ്പ്യ ബാലൻസ് കിട്ടി. അപ്പോൾ അതെന്താ അറിയോ, നമ്മൾ ഓലാന്ന് നമ്മളെ സ്ഥലം വെക്കാതെ നമ്മളെ സഹായിച്ചതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ടേ കൊടുക്കല്ലേ, അങ്ങനെ തീരുമാനിച്ചിരിക്കണേ ഞാൻ. നല്ല അഭിപ്രായമാണ്. അപ്പൊ അത് എന്നോട് ചോദിക്കാൻ വേണ്ടിട്ട് രാവിലെ എൻ്റെ അടുത്തേക്ക് പോകുന്നത്. നല്ല അഭിപ്രായമാണ്. അപ്പൊ അതാകുമ്പോ നമുക്കൊരു സമാധാനമാണല്ലോ. അതെ. എന്താ ഇപ്പൊ രണ്ടാളും കൂടി വഴിയെടുക്കുന്നത്? ഞങ്ങളിപ്പോ അങ്ങനെ ചെറിയൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുക. ഏതായാലും അവിടെ നിൽക്കും പോലെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് കൊണ്ടേ കൊടുക്കാൻ നമ്മൾ എപ്പോഴാണ് പോണത്? അത് നമ്മളൊരു കാര്യം ചെയ്യാം. പിന്നെ ഇപ്പൊ എനിക്ക് ചെറിയ പണിയുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്താൽ ആയിക്കോട്ടെ. ഓക്കെ മതി. അയൽവാസിയല്ലേ കാക്കുപ്പി പോന്നോട്ടെ. ഉച്ചനിട്ട് പോയി കൊണ്ടേ കൊടുത്ത് പോരാ. നമുക്കേ അതിൽ കുറച്ച് പൈസ ഉണ്ട്. അപ്പൊ എന്നാ ചെറുക്ക് അങ്ങനെ സഹായിച്ചല്ലേ, ഞങ്ങൾ ആ കായ് വിൽക്കാൻ കൊണ്ടേ കൊടുത്ത് പോരാ അല്ലേ? ചെന്നിട്ടുണ്ട് ഇറങ്ങിട്ടോ വിളിക്കാം. അങ്ങനെ ചെയ്യാം. ശരി എന്നാ കാണാം. ഞാനേ ചെറിയൊരു ആവശ്യം. ശരി എന്നാ ഓക്കെ എന്നാ ഓക്കെ.